ഞങ്ങളുടെ പൊതിച്ചു മുടി കിടന്നു. ഒരു കുടുംബം കലക്കീനെ കാണണോ? കാണിച്ചരാവാ. ദേ അവളെനിക്ക് അയച്ചിരിക്കുന്നത്, മമ്മി പപ്പയ്ക്ക് വാലന്റൈൻസ് ഡേക്ക് ഒരു സർപ്രൈസ് ആയിട്ട് എന്തെങ്കിലും മേടിച്ചു കൊടുത്താലോ. അപ്പം ഞാൻ ഇങ്ങനെ ഇട്ട്, മമ്മിക്ക് എന്തോ സർപ്രൈസ് ഉണ്ട് പോലും, അപ്പോൾ എനിക്കില്ലേന്ന് ചോദിച്ചു. ഞാൻ പറയില്ല എന്താന്ന്. അപ്പോൾ തിരിച്ചും കൊടുക്കണ്ടേ, പപ്പയ്ക്ക് ഗിഫ്റ്റ് അയക്കണ്ടേന്ന്. എന്നിട്ട് ഇവള് തിരിച്ച് പപ്പ മമ്മിക്കൊന്നും വാങ്ങിക്കൊടുക്കണ്ട, മമ്മി എല്ലാം ഗീവവേ കൊടുക്കും അത്രേ. ജോൺസേട്ടൻ ആരാ മോന്? ജോൺസേട്ടനോട് ഞാൻ പിണങ്ങി. അപ്പോൾ ഗിഫ്റ്റ് തരാത്തതിന് റീസൺ എന്താണെന്ന് ജോൺസേട്ടൻ എനിക്ക് തെളിവ് സഹിതം അയച്ചു തന്നതാണ്. അപ്പം എല്ലാവർക്കും ഒരു ഡൗട്ട് ഉണ്ടാവും, നമ്മളൊരു കേസ് ലീഗലി മൂവ് ചെയ്യുന്ന സമയത്ത് വോയിസ് റെക്കോർഡും അതുപോലെ തന്നെ ഫോണിലുള്ള സ്ക്രീൻ റെക്കോർഡും ഒക്കെ തെളിവായിട്ട് എടുക്കുന്നു. സ്ക്രീൻ റെക്കോർഡ് എടുക്കണമെങ്കിൽ കുറച്ച് ബുദ്ധിമുട്ടാണ്. എന്നാൽ മൊബൈൽ ഫോണിലുള്ള എഡിറ്റഡ് അല്ലാത്ത വോയിസ് റെക്കോർഡൊക്കെ കോടതി എവിഡൻസ് ആയിട്ട് കണക്കാക്കും കേട്ടോ. പക്ഷെ അതിന് കുറച്ച് ഫോർമാലിറ്റീസ് ഒക്കെ ഉണ്ട്. അപ്പോൾ ഈ കാരണം കൊണ്ടൊക്കെ ഒരാൾക്കെതിരെ കേസ് കൊടുക്കാതിരിക്കാനൊന്നും നിങ്ങൾ പോകണ്ട. ഇതൊക്കെ റെക്കോർഡാണ്. നല്ലൊരു ലീഗൽ അഡ്വൈസറെ കണ്ടിട്ടുണ്ടെങ്കിൽ അഡ്വൈസർ പറഞ്ഞുതരും. ചക്കി എന്തേ വല്ലതും പറയണ്ടോ? എൻ്റെ ഗിഫ്റ്റ് മുടക്കിയിട്ട് ഇരിക്കുകയെന്നുള്ളു. എന്ത് പറഞ്ഞാലും ഇങ്ങനെ ഒരു പിണങ്ങിയിരുത്താണ്ടോ.